ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എങ്ങനെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു റെസ്യൂമെ വളരെ പെട്ടെന്ന് ചെയ്യാം എന്നുള്ളതാണ്. ഇത് ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും പ്രയോജനകരമാകുന്ന ഒരു വീഡിയോ ആണ്. കാരണം എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഒരു റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്ക് എങ്ങനെ ഡിസൈൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈനർ പെർസ്പെക്റ്റീവിലുള്ള ഒരു റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് കൂടെ നമ്മളിവിടെ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക, നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടേക്കാം. ഓക്കെ, ആദ്യമായിട്ട് നിങ്ങൾ ഗൂഗിളിൽ വന്ന് ഗൂഗിൾ ഡോക്സ് എന്ന് ടൈപ്പ് ചെയ്യുക. ദെൻ ഗൂഗിൾ ഡോക്സിലേക്ക് പ്രവേശിക്കുക. ഓക്കെ, ഗൂഗിൾ ഡോക്സിൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ കാണാം. അതിനകത്ത് ഗോ ടു ഗൂഗിൾ ഡോക്സ് എന്ന് പറയുന്ന ഈ ഒരു വിഡ്ജറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ ഒരു പേജിലേക്ക് പോകും. ഇവിടെ റൈറ്റ് ടോപ്പിലായിട്ട് ടെംപ്ലേറ്റ് ഗാലറി എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ടൈപ്പ് ടെംപ്ലേറ്റ്സുകൾ ഇവിടെ കാണാൻ പറ്റും. പല പല രീതിയിലുള്ള എല്ലാം പ്രൊഫഷണൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സുകൾ തന്നെയാണ്. എനിവേയ്സ്, ഞാൻ ഇതിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യുന്നത് കൂടുതലായിട്ടും ഫസ്റ്റ് കിടക്കുന്ന റെസ്യൂമെ സെറിഫ് എന്ന് പറയുന്ന ഒരു ടെംപ്ലേറ്റ് ആണ്. ഓക്കെ, അതിന് കുറച്ചും കൂടി ഒരു പ്രൊഫഷണൽ ടച്ച് കൂടുതലാണ്. അതല്ലാത്ത പക്ഷം ഞാൻ സെക്കൻഡ് ലെവലിൽ റെഫർ ചെയ്യുന്നത് ഈ കാണുന്ന CVസിനകത്തുള്ള റെസ്യൂമെ സ്വിസ് എന്ന് പറയുന്ന ഈ ഒരു പാറ്റേണും. കാരണം ഇത് രണ്ടും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടവയാണ്. ആ ഒരു രണ്ട് പാറ്റേൺസുകളും വളരെ പ്രൊഫഷണൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള റെസ്യൂമേഴ്സ് ആണ്. ഞാൻ ഇവിടുത്തെ ഫസ്റ്റ് ഒരു റെസ്യൂമെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ റെസ്യൂമയുടെ പേജിലേക്ക് ചെന്ന് കഴിഞ്ഞു. അവിടെ വളരെ ഈസിയാണ്. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ നെയിം ചേഞ്ച് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഡെസിഗ്നേഷൻ ചേഞ്ച് ചെയ്യുക, നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളുടെ എക്സ്പീരിയൻസ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടുന്ന് വളരെ സിമ്പിളായിട്ട് മറ്റൊരു എക്സ്റ്റേണൽ ആയിട്ട് ഒരാളുടെ സഹായമില്ലാതെ തന്നെ ഏതൊരു കമ്പ്യൂട്ടർ നോളജ് ഉള്ള ഒരാൾക്കും ഇവിടെ വന്നിരുന്ന് ഇത് എഡിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫയലിൽ വന്ന് ഫയലിൽ ഡൗൺലോഡ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ വന്നിട്ട് വേർഡ് ഫയലായിട്ടും PDF ഫയലായിട്ടും ഒക്കെ സേവ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ടെക്സ്റ്റ് മാറ്റി കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഫോണ്ടുകളും ഫോണ്ടിൻ്റെ അലൈൻമെൻറ്റ്സും എല്ലാം തന്നെ പക്ക പ്രൊഫഷണൽ ആയിട്ടാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇതിൽ ജസ്റ്റ് എഡിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രം. ഓക്കെ, ഇത് എല്ലാ കാറ്റഗറി ഓഫ് ആൾക്കാർക്കും പ്രയോജനം ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതുപോലെ തന്നെ ബാക്കിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള ടെംപ്ലേറ്റ്സുകൾ, ഇപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ്സ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ആ ടെംപ്ലേറ്റുകൾ ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. അതിൽ നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഡിസൈനേഴ്സിനും കൂടെ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു 1-2 പർട്ടിക്കുലർലി എടുത്ത് പറഞ്ഞത്. ബാക്കിയൊക്കെ തന്നെ നല്ലത് തന്നെയാണ്. പക്ഷേ ഒരു ഡിസൈനർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് സംതിങ് ഡിഫറൻസ് വേണം. അതിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയപ്പോൾ കുറച്ചും കൂടെ പ്രൊഫഷണലായിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഈ ഒരു 2 ടെംപ്ലേറ്റിൻ്റെ കാര്യം പറഞ്ഞത്. ഇതെടുത്ത് ജസ്റ്റ് എഡിറ്റ് ചെയ്യുക, സേവ് ചെയ്താൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇത് എല്ലാ കാറ്റഗറി ആൾക്കാർക്കും പറ്റിയ ഒരു റെസ്യൂമെ ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ള വളരെ വളരെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഒരു ഡിസൈനർ പെർസ്പെക്റ്റീവോടുകൂടി ഒരു ഡിസൈനറുടേതായ രീതിയിൽ ഉള്ള ഒരു റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള 1-2 മെത്തേഡാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഡിസൈനർ എന്ന് പറയുമ്പോൾ അയാളുടെ റെസ്യൂമെ എന്ന് പറയുന്നത് സംതിങ് ഡിഫറെൻ്റ് ആയിരിക്കണം. അത് കാണുന്ന ഒരു ജോബ് പോർട്ടലിൽ ഒരാൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒരാളുടെ റെസ്യൂമെ എന്ന് പറയുന്നത് അയാളുടെ ഒരു ഐഡൻറ്റിറ്റിയാണ്. ഓക്കെ, ആ ഐഡൻറ്റിറ്റി കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അയാളുടെ ഒരു പ്രൊഫഷണൽ ടച്ച്, അയാളുടെ ഒരു വേ ഓഫ് പ്രസൻറ്റേഷനും എല്ലാം തന്നെ ആ റെസ്യൂമെ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്കായിട്ട് ഞാനിവിടെ അഡോബ് ഇല്ലുസ്ട്രേറ്ററിനകത്ത് ഒരു റെസ്യൂമെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫയല് നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയി AI ഫയലായിട്ട്, എഡിറ്റബിൾ ഫയലായിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കത് ഉപയോഗിക്കാൻ ചെയ്യാം. പിന്നെ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് ആദ്യം പറഞ്ഞുതരാം. വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവാണ് നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഒരു റെസ്യൂമെ എന്ന് പറയുമ്പോൾ അത് ഇന്നത്തെ കാലത്ത് മാക്സിമം 1 or 2 പേജിൽ ഒതുക്കാൻ ശ്രമിക്കണം. പണ്ടത്തെ പോലെ ജോബ് ബോർഡിലിരിക്കുന്ന ആൾക്കാർക്ക് 3-4 പേജുകൾ മറിച്ച് നോക്കാനുള്ള ഒരു ക്ഷമയൊന്നും ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് മാക്സിമം നമ്മളൊരു 1 പേജിൽ നിർത്താൻ കഴിഞ്ഞാൽ അതാണ് ബെറ്റർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫോർമാറ്റിംഗ് നോക്കേണ്ടതെന്ന് വെച്ചാൽ ലെഫ്റ്റിലായിട്ട് നിങ്ങളുടെ ഫോട്ടോ പ്ലേസ് ചെയ്തിരിക്കണം. ഞാനിവിടെ ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ലോഗോ ഇവിടെ വെച്ചെന്നുള്ളതേ ഉള്ളൂ. അതിന് പകരം നമുക്ക് നിങ്ങളുടെ തന്നെ ഒരു നല്ലൊരു ഫോട്ടോ കഴിവതും ഈ ഒരു സർക്കിൾ ഷേപ്പിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം സർക്കിൾ ഷേപ്പാണ് ഇപ്പോഴത്തെ ഈ ഒരു പ്ലേസ്മെൻറ്റ്, ഒരു അവതാർ പ്ലേസ്മെൻറ്റിന് ഒരു സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഞാൻ എൻ്റെ ലോഗോയിൽ നിന്നാണ് ഓറഞ്ചിൻ്റെ ഒരു കളർ ടോൺ ചൂസ് ചെയ്തത്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടേതായ രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു കളർ ടോൺ അതിനെടുക്കണം. എന്തായിരുന്നാൽ തന്നെയും ആ ഒരു ബേസ് കളറും ഈ ഒരു ടെക്സ്റ്റ് കളറും മാത്രമേ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. വേറെ മൂന്നാമതായിട്ട് ഒരു കളർ കൊണ്ടുവരാൻ പാടില്ല. ഓക്കെ, ദെൻ നിങ്ങളുടെ നെയിം ആയിരിക്കും ഇതിൻ്റെ അകത്ത് ഏറ്റവും ബോൾഡായിട്ട് കാണുന്നത്. നിങ്ങളുടെ ഡെസിഗ്നേഷൻ, നിങ്ങളെ വളരെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു അഡ്രസ്സും ഫോൺ നമ്പരും ഇമെയിലും ഉണ്ടായിരിക്കണം. അതിനോടൊപ്പം ഡിസൈനർ എന്ന നിലയിൽ നിങ്ങളുടെ ഏറ്റവും വളരെ പരമപ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ.
പോർട്ട്ഫോളിയോയെക്കുറിച്ച് നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കണം. കാരണം പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഒരു ഡിസൈനറുടെ വളരെ പ്രധാനപ്പെട്ട ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഞാൻ അത് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ പ്രൈമറി കളർ യൂസ് ചെയ്ത് ആ വെബ്സൈറ്റിൻ്റെ URL ഇവിടെ കൊടുത്തിരിക്കുന്നു. കാരണം ചില ജോബ് ബോർഡിലിരിക്കുന്ന ആൾക്കാർക്ക് വന്നതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വായിക്കുന്നതിന് മുമ്പേ അവരവരുടെ പോർട്ട്ഫോളിയോ, അവർ ചെയ്ത വർക്കുകൾ കാണാനായിരിക്കും ആദ്യം ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അവരുടെ റൈറ്റ് ഐയിൽ തന്നെ ഫസ്റ്റിലെ കാണുന്ന രീതിയിൽ നമ്മുടെ വെബ്സൈറ്റ്, നമ്മുടെ പോർട്ട്ഫോളിയോയുടെ ലിങ്ക് കൊടുത്തിരിക്കണം. ഓക്കെ, ദെൻ നിങ്ങൾ അടുത്തടുത്ത പോയിന്റുകളിലേക്ക് വരികയാണ്. നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്താണ്, നിങ്ങളുടെ പ്രൊഫൈൽ എന്താണ്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ എന്താണ്, പിന്നീട് നിങ്ങളുടെ ഹിസ്റ്ററി ഓഫ് എക്സ്പീരിയൻസ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസും ഇവിടെ കൊടുക്കുക. ഇതാണ് ഏറ്റവും പ്രൈമറി ആയിട്ട് കൊടുക്കുന്നത്. സെക്കൻഡറി ആയിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിലായിട്ട് നിങ്ങളുടെ അതർ സ്കിൽസുകൾ കൊടുക്കാം. പേഴ്സണൽ സ്കിൽസുകൾ, നിങ്ങളുടെ ഇൻട്രസ്റ്റുകൾ, ഹോബി, നിങ്ങളുടെ ലാംഗ്വേജുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ റൈറ്റ് ഹാൻഡ് സൈഡിലും കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട രീതി പറയുകയാണെങ്കിൽ ഒരു ഹൈറാർക്കി ഉണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസുകൾ, സെക്കൻഡറി ഡീറ്റെയിൽസുകൾ, ടെർഷ്യറി ഡീറ്റെയിൽസുകൾ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്ക് ഈ ഒരു ഒറ്റ പേജിൽ, ഈ ഒരു 1 പേജ് റെസ്യൂമെയിൽ എല്ലാ ഡീറ്റെയിൽസുകളും ഒരു ആർട്ടിസ്റ്റിക്കൽ വേയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ് നിങ്ങൾക്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് എടുത്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. ഫോണ്ട് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് മാറ്റി കൊടുക്കാം. ഇതെല്ലാം എഡിറ്റബിൾ ഫോർമാറ്റാണ് ഇട്ടിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു സിമ്പിൾ ഫോണ്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കൊടുത്തിരിക്കുന്ന ഫോണ്ട് തന്നെ വേണമെന്നില്ല, പക്ഷേ നല്ല റീഡബിൾ ആയിട്ടുള്ള ഏതെങ്കിലും നല്ലൊരു ഫ്രീ ഗൂഗിൾ ഫോണ്ട് എടുത്ത് നല്ല തിൻ ആയിട്ടുള്ള ഒരു ഫോണ്ട് ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിസൈനേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതുപോലെയുള്ള മറ്റൊരു ടെംപ്ലേറ്റ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു റെസ്യൂമേ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പറയുകയാണ്. നിങ്ങൾ ഈ വേൾഡിലെ ടോപ്പായിട്ടുള്ള കുറച്ച് ഡിസൈനേഴ്സിൻ്റെ പോർട്ട്ഫോളിയോ ആദ്യം തന്നെ റെഫർ ചെയ്യുക. അതിൽ നിന്നും നല്ല കുറേ പോർട്ട്ഫോളിയോകളിൽ നിന്നും അവരുടെ റെസ്യൂമേസ് ഡൗൺലോഡ് ചെയ്യുക. ദെൻ ആ ഒരു പാറ്റേണിനെ നിങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, റെസ്യൂമേയിൽ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ വേ. ഒരു ഡിസൈനറുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അതിന് ഒരുപാട് വെബ്സൈറ്റുകൾ കാണാം. പക്ഷേ ഞാൻ ഇവിടെ തൽക്കാലം എനിക്കിഷ്ടപ്പെട്ട ഒരു റോബിൻ നൊഗീർ എന്ന് പറയുന്ന ഒരു ഡിസൈനർ ഉണ്ട്. പുള്ളിയുടെ പോർട്ട്ഫോളിയോ നിയറസ്റ്റ് ആയിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് റോബിൻ എന്ന് പറയുന്ന ഒരു ഡിസൈനറുടെ ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ആണ്. ആ ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് നിങ്ങൾക്ക് ആദ്യം ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അത് റെഫറൻസ് ആയിട്ട് പോർട്ട്ഫോളിയോ മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതുപോലുള്ള ഫേമസ് ഡിസൈനേഴ്സിൻ്റെ ഒരു എബൌട്ട് സെക്ഷനിൽ വന്നിട്ട് അവരുടെ ഡീറ്റെയിൽസുകൾ കളക്ട് ചെയ്യാം. അവരുടെ ഡീറ്റെയിൽസുകൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ മിക്കവാറും നല്ലൊരു ലെവൽ ഓഫ് ഡിസൈനേഴ്സും അവരുടെ റെസ്യൂമേയും കൂടെ അതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം, ഗൂഗിൾ, ഫേസ്ബുക്ക്, ഊബർ പോലുള്ള വലിയ വലിയ ക്ലയൻറ്റുകൾക്ക് വേണ്ടിയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ലെവൽ ഓഫ് ഡിസൈനറാണ്. അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസുകൾ, അയാളുടെ എക്സ്പീരിയൻസുകളൊക്കെ നമ്മൾ റെഫർ ചെയ്ത് വരിക. അപ്പോൾ അങ്ങനെയുള്ളതിനകത്ത് അവരുടെ റെസ്യൂമേ എവിടെയാണ് കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ ടോപ്പായിട്ട് പറഞ്ഞാൽ ദാണ്ട് ഇവിടെ റൈറ്റിലായിട്ട് പുള്ളിയുടെ റെസ്യൂമേ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു റെസ്യൂമേ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ പറഞ്ഞത് റോബിൻ എന്ന് പറയുന്ന റോബിൻ നൊഗീർ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനർ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇൻഡസ്ട്രിയിൽ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ പോർട്ട്ഫോളിയോ റെഫർ ചെയ്യാം. പോർട്ട്ഫോളിയോ റെഫർ ചെയ്യണമെങ്കിൽ അതിന് നിങ്ങൾക്ക് നല്ല നല്ല വെബ്സൈറ്റുകളുണ്ട്. awards.com പോലുള്ള സൈറ്റുകളിലൊക്കെ പോയിട്ട് പോർട്ട്ഫോളിയോ എന്ന് സെർച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫേമസ് ഡിസൈനേഴ്സിൻ്റെ പോർട്ട്ഫോളിയോ കിട്ടും. അവരുടെ എബൌട്ട് പേജിൽ ചെന്ന് അവരുടെ റെസ്യൂമേ നോക്കുക. ദെൻ ആ PDF ഫയൽ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം അവർ യൂസ് ചെയ്തിരിക്കുന്ന അലൈൻമെൻറ്റ്, ഫോർമാറ്റിംഗ്, അവരെങ്ങനെയാണ് അതിന് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർക്കിൾ ഷേപ്പിലായിട്ട് അവരുടെ ഇമേജ് കൊടുത്തിരിക്കുന്നു. ദെൻ അവരുടെ പേര് വലുതായി കൊടുത്തിരിക്കുന്നു. അവരുടെ ഡെസിഗ്നേഷൻ റൈറ്റ് സൈഡിൽ തന്നെ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ്. ദെൻ അവർ ടോപ്പായിട്ടുള്ള ഫേമസ് ബ്രാൻഡുകൾക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ ക്ലയൻറ്റ്സ് ലിസ്റ്റ് ആദ്യം കാണിക്കുന്നു, ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഗൂഗിളിനും ഫേസ്ബുക്കിനൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് തന്നെ നമ്മുടെ വളരെ വലിയൊരു ഐഡൻറ്റിറ്റി ആയി കഴിഞ്ഞു. അപ്പോൾ അത് കാണുന്നവർക്ക് പിന്നെ ആ ഒരു ക്യൂരിയോസിറ്റിയോടുകൂടി ആയിരിക്കും നമ്മുടെ റെസ്യൂമേ റെഫർ ചെയ്യുന്നത്. ദെൻ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് അവർ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ അടുത്ത ഒരു സെക്കൻഡറി ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത്, ആ ഒരു ടെക്സ്റ്റ് ഹയറാർക്കിയൊക്കെ ഇവർ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റൈൽ അതേപോലെ നമ്മൾ കണ്ട് നമ്മുടെ ഓൺ ഫോണ്ട് മാറ്റുക, നമ്മുടെ ഓൺ ക്ലയൻറ്റ്സ് ഡീറ്റെയിൽസും മറ്റുമൊക്കെ മാറ്റി നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ ഒരു ഡിസൈനർ എന്ന നിലയിൽ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്തരത്തിൽ ഒരു റെസ്യൂമേ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഞാനൊരു ടെംപ്ലേറ്റ് തന്നെങ്കിൽ പോലും ഇതുപോലെയുള്ള നൂറുകണക്കിന് ഡിസൈനേഴ്സിൻ്റെ, അതും ടോപ്പസ്റ്റ് ആയിട്ടുള്ള ഡിസൈനേഴ്സിൻ്റെ തന്നെ ചൂസ് ചെയ്തെടുക്കണം. എന്നിട്ട് അവരുടെ പോർട്ട്ഫോളിയോയിൽ നിന്നും അവരുടെ റെസ്യൂമേ ഡൗൺലോഡ് ചെയ്തെടുത്ത് അത് റെഫർ ചെയ്യുക, അവരുടെ സ്റ്റൈലിംഗ് നമ്മൾ മനസ്സിലാക്കുക, ദെൻ നമ്മുടെ സ്റ്റൈലിങ്ങിലേക്ക് വരിക. അതായിരിക്കും ഒരു ഡിസൈനർ എന്ന നിലയിൽ ഒരു റെസ്യൂമേ ക്രിയേറ്റ് ചെയ്യാനുള്ള ബെറ്റർ വേ. ഓക്കെ,
ഇനി വീണ്ടും ഡിസൈനേഴ്സിന് കുറച്ചും കൂടെ കാര്യങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടി ഒരു വെബ്സൈറ്റും കൂടെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അത് ഇതിലും വളരെ വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, ആ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് resumeMaker.online എന്ന് പറയുന്നൊരു പോർട്ടലാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോർട്ടലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുകയോ രജിസ്റ്റർ ചെയ്യുകയോ ഒന്നും വേണ്ട. ജസ്റ്റ് ഇവിടെ വരിക, ഡിസൈൻ മൈ റെസ്യൂമെ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞു. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ കാണുന്ന ലെഫ്റ്റ് പോർഷനിലായിട്ട് ഞാൻ പറഞ്ഞതുപോലെ സർക്കിൾ ഷേപ്പിലായിട്ട് നിങ്ങളുടെ ലോഗോ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള എന്താ പറയുന്ന ഫോട്ടോ അവിടെ പ്ലേസ് ചെയ്യുക. നിങ്ങളുടെ പേര് മാറ്റി കൊടുക്കാം, നിങ്ങളുടെ ഡെസിഗ്നേഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക, നാഷണാലിറ്റി, അഡ്രസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ എഡിറ്റ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദെൻ റൈറ്റ് ടോപ്പിലായിട്ട് തന്നെ എക്സ്പീരിയൻസ് കൊടുക്കുക. ദെൻ എക്സ്പീരിയൻസ് ആഡ് ചെയ്യണമെങ്കിൽ ഈ കാണുന്ന ഒരു പ്ലസ് മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്ലസ് ചെയ്ത് എത്ര വേണമെങ്കിലും ആഡ് ചെയ്തെടുക്കാൻ പറ്റും. ഈ പേപ്പർ സൈസ് എന്ന് പറയുന്നത് ടോപ്പിൽ നിന്നും A4 സൈസോ ലെറ്റർ സൈസോ ലീഗൽ സൈസോ ഒക്കെ മാറ്റാം. ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് ചെറുതായിട്ടോ വലുതായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഫോണ്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും നല്ല പ്രൊഫഷണൽ ഫോണ്ടുകളുടെ ലിസ്റ്റ് ഉണ്ട്. അവിടുന്ന് നിങ്ങൾക്ക് ആ ഒരു ഫോണ്ട് ചേഞ്ച് ചെയ്യാം. കളറുകളുടെ നല്ലൊരു പ്രൊഫഷണൽ കളർ പാലറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടുന്ന് നിങ്ങൾക്ക് കളേഴ്സ് വേണമെങ്കിലും മാറ്റി കൊടുക്കാം. ഓക്കെ, വളരെ ഈസി ആയിട്ട് നമുക്ക് റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യാനുള്ള, പ്രത്യേകിച്ച് ഒരു ഡിസൈനറുടെ റെസ്യൂമെ ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ വെബ് പോർട്ടലാണിത്. ഇതിന് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ പ്രിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നിങ്ങൾ ചെയ്തിരിക്കുന്ന ആ ഒരു റെസ്യൂമയുടെ ഒരു ടെംപ്ലേറ്റ് കണ്ടോ. ഒരു പേപ്പറിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് കാണുന്നതെന്നുള്ള രീതിയിലുള്ള ഒരു അതേ ഒരു ലേഔട്ടിംഗ് സ്റ്റൈലിലൊക്കെ നമുക്ക് ഇതിനെ കാണിച്ചു തരുന്നുണ്ട്. ഒരു പ്രത്യേകത, ഇത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ, ഒറിജിനൽ ഫയൽ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറൗണ്ട് $2.5 പേ ചെയ്യേണ്ടി വരും. ആ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിത്തിൻ മിനിറ്റ്സ് ഇതുപോലെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള റെസ്യൂമെ ഒരു പ്രിൻ്റബിൾ ഫോർമാറ്റിൽ ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതും ഒരു റെസ്യൂമെ മേക്കിങ്ങിന് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്, പ്രത്യേകിച്ചും ഡിസൈനേഴ്സിന്. ഓക്കെ, അപ്പം ഓക്കെ ഡിസൈനേഴ്സ്, ഇത്രയും നിങ്ങൾക്ക് റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊരു ബേസ്മെൻറ്റ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡിസൈൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ. ടിൽ ദെൻ ബൈ ഗൈസ്.